കേരള ക്രിക്കറ്റ് സാഗ ഇന്ന് എത്തി നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് സെൻറ്റ് പോൾസ് കോളേജ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്കാണ്. അപ്പോൾ KCA മെയിൻറ്റെയിൻ ചെയ്യണ ഗ്രൗണ്ടുകളിലൊന്നാണിത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് എറണാകുളം ഡിസ്ട്രിക്ട് അസോസിയേഷൻ സെക്രട്ടറി കാർത്തിക് വർമ്മ സാറാണ്. നമുക്ക് സാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. സാർ, അപ്പോൾ നമുക്കിന്ന് ജസ്റ്റ് എറണാകുളം ഡിസ്ട്രിക്ട് അസോസിയേഷൻ്റെ കുറച്ച് ഇനിയുള്ള, അതായത് കേരള ക്രിക്കറ്റിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള പ്രൊജക്റ്റുകളും അതിനുള്ള ഇനിയുള്ള പ്രൊജക്റ്റുകൾക്ക് കുറിച്ച് ഒന്ന് പറയാൻ. പൊതുവേ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഉത്ഭവം മുതൽ അവരുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്ലാൻ ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളൊരു റോളാണ് എല്ലാ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും, പ്രത്യേകിച്ച് എറണാകുളം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും അതിലാണ് പറയുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഗ്രൗണ്ട് അങ്ങനെയുള്ള കളി വിപുലമായി ഗ്രൗണ്ടുകൾ ആവശ്യമായി വന്നു തുടങ്ങി. ആ സമയത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എടുത്ത ഒരു ഗ്രൗണ്ടിൽ ഒന്നാണിത്, സെൻറ്റ് പോൾസ് കോളേജ്. ഇതൊരു കഴിഞ്ഞ 10-20 വർഷമായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടാണ്. ഈ വക ഫെസിലിറ്റീസ് വന്നതോടുകൂടി കളിയിൽ ഉള്ള ഗുണങ്ങൾ മാറി, കളിക്കാരുടെ ടെക്നിക്സിലും സ്കില്ലിലും ഒക്കെ വ്യത്യാസങ്ങൾ വന്നു. അതിൻ്റെ മൊത്തം ഒരു ഗുണം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് രാജഗിരി കോളേജ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, MA കോളേജ് ഉണ്ട്. അത് കൂടാതെ ഒരെണ്ണം പുതിയതായിട്ട് ഇപ്പോൾ നമ്മളൊരു എഗ്രിമെൻറ്റിലേക്ക് ശ്രീശങ്കര വിദ്യാപീഠം, അത് നമ്മുടെ പെരുമ്പാവൂരിനടുത്ത് സ്ഥലമാണ്, ഐരാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഈ കഴിഞ്ഞ ദിവസമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫെസിലിറ്റി ഡെവലപ്മെൻറ്റ് എന്നുള്ളത് KCA തുടങ്ങി വെച്ചത് ഇപ്പോൾ അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതധികവും ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അപ്പോൾ നമുക്ക് ഈ പുതിയ ഫെസിലിറ്റീസ് ഇനി എവിടേക്കാണ്? ഈ പെരുമ്പാവൂർ ആ ഒരു ഇതിനെപ്പറ്റി നമുക്ക് ഒന്നുകൂടി പറയാം. ഐരാപുരം കോളേജ് എന്ന് പറയുന്നത് ശ്രീശങ്കര ട്രസ്റ്റിൻ്റെ ആണ്. അതൊരു കോളേജ് ക്യാമ്പസാണ്. ഈ കോളേജ് ക്യാമ്പസ് അവിടെ സാധാരണയുള്ള ആർട്സും മറ്റും അങ്ങനത്തെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സന്ദർഭത്തിലാണ് ഞങ്ങളവരുമായിട്ട് സംസാരിക്കാൻ, എറണാകുളം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ അവരുമായിട്ട് പരിചയപ്പെടാനും സംസാരിക്കാനും അവർക്ക് സ്ഥലമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതായത് അവർ യൂസ് ചെയ്യാതെ കിടക്കുന്ന സ്ഥലം പോയി കണ്ട് KCA എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് കണ്ടിട്ടാണ് അവിടെ 2 ഗ്രൗണ്ടിനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടെന്ന് ഏകദേശം ഒരു ഇതിൽ വന്നത്. അതിൽ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ളൊരു ഇതും, മറ്റേതൊരു ജൂനിയർ ക്രിക്കറ്റും ആ ക്യാമ്പസിൻ്റെ ഡെയിലി സ്പോർട്സ് ആക്ടിവിറ്റീസ് നടക്കാവുന്ന ഒരെണ്ണം. ഇതാണിപ്പോൾ നമ്മൾ അവിടെ സൈൻ ചെയ്തിരിക്കുന്നത്. KCAയിൽ വന്നതിൻ്റെ ഒരു റിസൾട്ട് ഡയറക്റ്റ്ലി കാണാൻ പറ്റും, നേരിട്ട് തന്നെ കാണാം. ഇത്രയും കുട്ടികൾ നമുക്ക് ഓപ്ഷൻ ലിസ്റ്റിലേക്ക് കൊടുക്കാനായിട്ട് തന്നെ കുറേ കുട്ടികൾ വരികയാണ് വിത്ത് പെർഫോമൻസ്, വെറുതെ പേരല്ല. പിന്നെ അതിൽ നിന്ന് 21 പേര് പല ടീമുകളിലായിട്ട് സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ തന്നെ ക്രിക്കറ്റിൽ വന്നിരിക്കുന്ന മാറ്റം മനസ്സിലാവും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ എടുത്തതിലൊരു വലിയൊരു തീരുമാനമാണ് കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്നത്. അതിന് ഫ്രാഞ്ചൈസികളെ തിരഞ്ഞെടുത്തതിലടക്കം പിന്നെ അവരുടെ ഒരു സപ്പോർട്ടും വളരെ നല്ല രീതിയിലുണ്ട്. ഇനിയും മുമ്പോട്ട് പോകാനുണ്ട്. ഈ വർഷം തന്നെ കഴിഞ്ഞ വർഷത്തേക്കാളിലും വളരെ നല്ല രീതിയിലാണ് അതിൻ്റെ എല്ലാം പോകുന്നത്, അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സാർ. അതപ്പോൾ ഇനിയും താരങ്ങൾ വരട്ടെ, എറണാകുളത്തുനിന്ന് ഇനിയും താരങ്ങൾ ഉണ്ടായി വരട്ടെ.